ഗൈസ്, വെൽക്കം ടു പുതിയൊരു വ്ളോഗ്. അല്ല, കഴിഞ്ഞ വ്ളോഗിൻ്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ പാർട്ട് 2 എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. സമയം 4 മണി ആയിട്ടുണ്ട്. ഉറക്കമൊന്നും മതിയായിട്ടില്ല. രാത്രി ഉറങ്ങിയപ്പോൾ 2:30 സമയമായി. 1.5 മണിക്കൂർ ഏതാണ്ട് ഉറക്കം കിട്ടി. ഞാൻ തലേദിവസം തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഡയറക്റ്റ് പോയി കുളിച്ച് വന്നു. അപ്പോഴാണ് എനിക്ക് ബോധം വരുള്ളൂ. എനിക്ക് ഉറക്കപ്പിച്ചൽ ഏത് ഡ്രസ്സ് ഇടാം, എന്താ ഇടാമെന്നും അങ്ങനെ തപ്പാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാവില്ല. ഞാൻ ഉറക്കം എൻ്റെ മെയിനാണ്. ഉറക്കം തെറ്റിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എന്നാലും ഭഗവാൻ വീട്ടിൽ വരുന്നതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും കാര്യങ്ങളും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ചായ വെച്ചിട്ട് പരിപാടി ഒന്ന് ഓണാക്കാമെന്ന് വിചാരിച്ചപ്പോഴായിരുന്നു പപ്പയുടെ എൻട്രി. ഭഗവാൻ വരുന്ന ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ഐറ്റംസും ഫ്രഷ് ആട്ടോ ഉപയോഗിക്കുക. ഉപ്പ്, പരിപ്പ്, പഞ്ചസാര മുതലെല്ലാം എല്ലാം ഫ്രഷാണ് ഉപയോഗിക്കുക. നമ്മൾ നാട്ടിൽ അയ്യപ്പനെ കെട്ടുനിറക്കിയൊക്കെ നമ്മൾ ചെയ്യില്ലേ, ശുദ്ധം നോക്കില്ല. അതുപോലെ ശുദ്ധം നോക്കി ഇവിടെ 1 മാസത്തോളം നമ്മൾ നോണൊന്നും കഴിക്കാതെ അങ്ങനെ 1 മാസത്തെ കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരിപാടി. അങ്ങനെ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് സെറ്റായി. പിന്നെ ഇനി അടുത്തത് ഭഗവാനെ കൊണ്ടുവരാൻ പോകുക എന്നുള്ളതാണ്. സമയം ഏതാണ്ട് ഒരു 4-4:45 കേട്ടോ. ആ ഇരിക്കുന്ന പൂവ് ഏതാണെന്ന് മനസ്സിലായോ? കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തണ്ട് 50 രൂപ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വാങ്ങുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനെ വെൽക്കം ചെയ്യാനുള്ള തുണി, കണ്ണ് മൂടി കെട്ടാനുള്ള തുണി, പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ കേട്ടോ. അവിടെ പോയി ഭഗവാനെ നമ്മൾ എടുത്ത് കണ്ണ് മൂടിക്കെട്ടി നമ്മൾ പൈസ വയ്ക്കും. എല്ലാ തവണയും നമുക്ക് കിട്ടുന്ന പൈസ എല്ലാവരും വന്ന് തൊഴുമ്പോൾ പൈസ വയ്ക്കുമല്ലോ. ആ പൈസ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എക്സ്ട്രാ എന്താ വെച്ചാൽ ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഭഗവാനെ വാങ്ങുന്നത്, ആ കടയിൽ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം വെളിച്ചമായിട്ടുണ്ടായിരുന്നു. ഒരു 6-6:15 സമയമായിട്ടുണ്ടായിരുന്നു. വെളിച്ചമായി. പിന്നെ ഭഗവാനെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യലാണ്. നമ്മുടെ നാട്ടിൽ വിനായക ചതുർത്ഥിക്ക് അത്ര ആഘോഷമില്ല. കൂടുതൽ ഇത് ആഘോഷിക്കുന്നത് നോർത്ത് സൈഡിലാണ് അല്ലേ. ഇവിടെയുള്ള എല്ലാവരും ഭഗവാനെ വീട്ടിൽ വെക്കില്ല കേട്ടോ. ചിലരൊക്കെ വെക്കുള്ളൂ. പിന്നെ ഇതൊരു വഴിപാട് പോലെയും ഉണ്ട്. ചിലർ 5 വർഷത്തേക്ക് വെക്കാം, എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് 5 വർഷത്തേക്ക് വെക്കാം, 10 വർഷത്തേക്ക് വെക്കാം, അങ്ങനെയൊക്കെയാണ്. വാവെ കാലത്ത് എണിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 4 മണി സമയത്തൊന്നും എണിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ടാണ് ഞങ്ങൾ റൂമിൽ റെഡി ആയത്. ഭഗവാനെ വീട്ടിൽ കൊണ്ടു വെച്ചപ്പോഴത്തേക്കും പാട്ടും ബഹളമൊക്കെ ആയിട്ട് അവൾ തന്നെ എണീറ്റ് വന്നു. അവൾക്കറിയാം കേട്ടോ, അവൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ എന്തായാലും ഹാപ്പി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 1.5 ദിവസം പോകുന്ന പോക്കറിയില്ല. കാരണം ഇന്ന് 6:30 സമയത്ത് ഭഗവാൻ വന്നല്ലോ. ഇനി നാളെ വൈകുന്നേരം 8 മണിയാകുമ്പോഴത്തേക്കും ഭഗവാനെ വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. അതായത് 1.5 ദിവസം നമ്മുടെ വീട്ടിൽ ഭഗവാനുണ്ട്. എനിക്കറിയാം വിനായക ചതുർത്ഥി കഴിഞ്ഞിട്ട് കുറച്ചായി, ഞാൻ ലേറ്റായി ഇത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റീസൺ എനിക്ക് ശീലമില്ല. ഇങ്ങനെ 2-3 ദിവസത്തെ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം കുറച്ചധികം സ്ലോ ആയിപ്പോയി. ഞാൻ ആക്ച്വലി ഒരു ഡബിൾ മൈൻഡഡ് ആയിരുന്നു ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. പിന്നെ എന്തായാലും ഷൂട്ട് ചെയ്തല്ല, അതുകൊണ്ട് അപ്ലോഡ് ചെയ്തേക്കാം എന്നുള്ളൊരു അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഉറപ്പാണ് നാട്ടിലുള്ള മലയാളികൾക്ക് ഈ ഒരു വീഡിയോ പുതിയൊരു കാഴ്ചയായിരിക്കും. എനിക്കിതെല്ലാം പുതിയതാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള സംഭവങ്ങളല്ല ഇത് കൂടുതലും നോർത്ത് സൈഡിലൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. എന്തായാലും ഓരോ നാട്ടിലെ പരിപാടിക്കും ഓരോ ഭംഗിയാണ് അല്ലേ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഈ ഹിന്ദി സീരിയലിലും സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഭഗവാന്റെ മുന്നിൽ എല്ലാവരും കൂടിയിട്ട് പാട്ടൊക്കെ പാടി ആർത്തി ചെയ്യണത്? ആർത്തി എന്നാണ് പറയുക ഹിന്ദിയിൽ. അതൊക്കെ ഇവിടെ ചെയ്യും കേട്ടോ. അതൊക്കെ നല്ല രസമാണ്. എല്ലാവരും കൂടി പാട്ടൊക്കെ പാടും. എനിക്ക് അതൊന്നും അറിയില്ല, ഞാൻ വെറുതെ ക്ലാപ്പ് ചെയ്താണ് നിൽക്കാറ്. പക്ഷേ ഇപ്പോൾ കേട്ട് കുറച്ചൊക്കെ ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ വ്ളോഗിൽ നടക്കുന്നുണ്ടോ, അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സുർണാപ്പിയാണ്. പിന്നെ മമ്മി പപ്പ ഇരിക്കുന്ന സത്യനാരായണ പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. ഞാനൊരു വാഴയും പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വ്ളോഗിൽ, ആ വാഴ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് 4 സൈഡിൽ. അത് ഈ ഗണപതി വെക്കുന്ന വീട്ടിൽ ഒക്കെ വെക്കുന്ന ഒരു പൂജയാണെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് അത്ര അറിയില്ല. എന്തായാലും അത് മറാഠി ഭാഷയിൽ ഒരു കഥയൊക്കെ പറയും. അങ്ങനെ ഒരു പരിപാടിയാണത്. എന്തായാലും അത് ആ ഒരു ഫംഗ്ഷനും നല്ല ഭംഗിയിൽ കഴിഞ്ഞു.
കഴിഞ്ഞ 1-2 വർഷം നമ്മൾ വീട്ടിൽ വിസർജൻ ചെയ്യുന്ന സമയത്ത് ഡോളൊക്കെ വെച്ചിരുന്നു കേട്ടോ. നാസിക് ഡോളില്ല, അതൊക്കെ വെച്ച് ഡാൻസും പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ ഗണപതി ഭഗവാനെ തിരിച്ച് പറഞ്ഞയക്കുക. വെള്ളത്തിൽ നമ്മൾ മുക്കി അങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ ടി വിയിലൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം നമ്മൾ ഡോളൊന്നും വെച്ചിട്ടില്ല, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് 100-150 പേരിലധികം വരും കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വന്ന് തൊഴാനായിട്ട് വരും. അപ്പോൾ ഒരു നേരത്തെ നമ്മൾ നിവേദ്യം വയ്ക്കുമല്ലോ, ആ നിവേദ്യം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ആരത്തി ചൊല്ലുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അങ്ങനെ നമ്മൾ നിവേദ്യമൊക്കെ വെച്ചു. ഓരോ നേരവും നമ്മൾ ഭഗവാന് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് 1.5 ദിവസം പോയി. വിസർജൻ്റെ സമയമായി. അതിൻ്റെ ഇടയിൽ സാരികളൊക്കെ മാറി, ഫോട്ടോ സെഷൻസും പരിപാടികളൊക്കെ കഴിഞ്ഞു. വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്നാക്ക് പോലെ, ഭഗവാന്റെ ഫേവറേറ്റ് മോദകം ഉണ്ടല്ലോ, അതാണ് കൊടുക്കുക. മോദക് എന്ന് പറയും ഹിന്ദിയിൽ. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുരൻ പോളി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഒരു പുതിയൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാം ഷൂട്ട് ചെയ്യാനുള്ളൊരു ടൈമും കാര്യങ്ങളും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. എന്തായാലും തിരിച്ച് ഗണപതി ബപ്പയ്ക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാൻ ഭയങ്കര മഴയായതുകൊണ്ട് സാരി മാറാമെന്ന് വിചാരിച്ചു കേട്ടോ. സാരി മാറി കംഫർട്ടബിളായിട്ടൊരു ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചു. പറഞ്ഞ് 1.5 ദിവസം ദാന്നും പറഞ്ഞു പോയി. ഗണപതി ബപ്പ തിരിച്ചു പോകാനുള്ള സമയമായി. ഞാൻ മാത്രമല്ല, ഞാൻ വാവേനെയും ഡ്രസ്സ് മാറ്റി കേട്ടോ. പട്ടുപാട ഉടുപ്പൊക്കെ മാറ്റി കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ ഇടിച്ചു. കാരണം താഴെ ആകെ ചളിവിളിയാണ്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഭഗവാൻ പോകുന്ന ഈ ഒരു സമയം ഭയങ്കര ഇമോഷണലായിട്ടൊരു വിഷമമുള്ളൊരു സംഭവം തന്നെയാണ്. പോകുന്ന ആ ഒരു സമയം നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയലും പ്രാർത്ഥിക്കലും നമസ്കരിക്കലൊക്കെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് ചെയ്തു. പിന്നെ അവസാനം പോകുന്നതിനേക്കാളും മുന്നേ ഒരു ആർത്തി കൂടി പാടും എല്ലാവരും കൂടി. അത് ഭയങ്കര രസമാട്ടോ കേൾക്കാനായിട്ട്. പാടാൻ എനിക്കറിയില്ല, എന്നാലും പിന്നെ ഗണപതി ബപ്പ മോറിയ എന്ന് പറയും ഇവിടെ. അതിൽ വാവ ഞങ്ങൾ ഇത്ര 1.5 ദിവസം കേട്ട് ലാസ്റ്റ് അവൾ അത് പറഞ്ഞു. ഒരു രക്ഷയില്ലാത്ത പ്രാർത്ഥനയായിരുന്നു കേട്ടോ. ഭയങ്കര എത്തടലും നമസ്കരിക്കലും പ്രാർത്ഥിക്കലും പാട്ടുപാടലും കൊട്ടലും പിടിക്കലൊക്കെ ആയിരുന്നു. ഭയങ്കര ഭക്തിയുള്ളൊരു കുട്ടിയായിരുന്നു അവൾ ആ സമയത്ത്. പിന്നെ ഈ ഒരു സംഭവം മനസ്സിലായോ? ഞാൻ മാർക്കറ്റിൽ അത് മണി പോലെ ഉണ്ടായിരുന്ന സംഭവം, അത് ഭഗവാൻ പോകുന്ന സമയത്തേക്ക് അത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, ബട്ട് ഭംഗിയുണ്ടായിരുന്നു. അത് പോവാൻ തോന്നുന്നു, അറിയില്ല. പോകുന്നേക്കാൾ മുമ്പ് എല്ലാ റൂമിലും വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഭഗവാനെ ഒന്ന് എഴുന്നള്ളിക്കും. അതിനുശേഷം പുറംതിരിഞ്ഞ് ഭഗവാൻ ഇരിക്കും. അപ്പോൾ നമുക്ക് പൈസ വയ്ക്കാം, പൈസ എന്തെങ്കിലും ഒഴിഞ്ഞിരുന്നെങ്കിൽ ഇടാം. പിന്നെ ചെവിയിൽ ഒരു ചെവി പൊത്തിപ്പിടിച്ച് മറ്റേ ചെവിയിലൂടെ ആഗ്രഹം പറയില്ലേ, അത് ചെയ്യാം. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ നമ്മൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ വിസർജൻ ചെയ്യാൻ കൊണ്ടുപോകും. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ 3 തവണ മുക്കി അങ്ങനെയാണ് വിസർജനം ചെയ്യുക കേട്ടോ. പോണേനേക്കാളും മുന്നേ അവിടെ വെച്ചിട്ടും കൂടി നമ്മൾ ലാസ്റ്റായിട്ട് ഒരു വട്ടം കൂടി ആർത്തി ചൊല്ലും. അങ്ങനെയാണ്. എനിക്ക് ആ മുക്കുന്ന ആ ഒരു മൊമെൻ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ഇമോഷണലായി പോയി ആ ഒരു സമയത്ത്. ഭയങ്കര ഒരു മൊമെൻ്റാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഭഗവാനെ ആ മുക്കിയിട്ട് ആ ഒരു ഒരു പിടി മണ്ണ് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ആർത്തി ചൊല്ലി നമ്മുടെ വീട്ടിലെ ഗണപതി അതോടുകൂടി അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം പോലെ റീക്രിയേറ്റ് ചെയ്ത ഒരു അമ്പലമല്ല, ഒരു ഇതുപോലെ ഗണപതി വെച്ചതാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരുന്നു കേട്ടോ.
പോയപ്പോൾ അവർ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ പൊട്ടൊക്കെ വെച്ച് തന്നു. എനിക്ക് തോന്നുന്നു തിരുപ്പതിയിലൊക്കെ ഉണ്ട് ഇങ്ങനെ. തിരുപ്പതിയിലും അങ്ങനെ ഓരോരോ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പൊട്ട് വെച്ച് തരുന്ന സെറ്റപ്പ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെച്ച് നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അമ്പലം പോലെ ഒരു തെർമോക്കോൾ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അമ്പലം എന്താണെന്നൊക്കെ അറിയുന്നതുകൊണ്ട് രസമായിരുന്നു. നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു അതൊക്കെ കാണാനായിട്ട്. അതിനകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ശരിക്കും ഒരു ഇരുട്ടിൽ നല്ല കിടക്കുന്ന ഒരു പത്മനാഭസ്വാമി ആ ഒരു രൂപം തന്നെയായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ബിൽഡിങ്ങിൻ്റെ താഴെ പരിപാടി 7 ദിവസം പരിപാടിയുണ്ട്. നമ്മുടെ ബിൽഡിങ്ങിന് 7 ദിവസത്തെ ഗണപതിയാണുള്ളത് കേട്ടോ ഫ്ലാറ്റിൽ. വാവയുടെ വക സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഗണപതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ വാവ ഈ ചാടുന്ന ഈ സംഭവമില്ലേ, എന്തായാലും പറയാം, ട്രാംപോലിൻ അങ്ങനെ എന്തോ പറയില്ലേ, ആ സംഭവത്തിൽ അവളെ വെറുതെ ഒന്ന് കയറ്റിയതാണ്. പിന്നെ അവിടെ നിന്ന് അവളെ തിരിച്ചെടുക്കാൻ ഞങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു. അതൊരു സ്റ്റേജാന്ന് വിചാരിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഡാൻസും പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എല്ലാ സൈഡും നെറ്റൊക്കെ ആയിരുന്നല്ലോ, നല്ല രസമായിരുന്നു. പിന്നെ ഒരു കാറിലൊക്കെ കയറ്റി വാവെ എന്തായാലും എൻജോയ് ചെയ്തു, കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഈ കൊല്ലത്തെ ഗണപതി ഇതോടുകൂടി അവസാനിപ്പിച്ചു. പറ്റണ പോലെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.